പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വരുന്നത് ഒരു വെല്ലുവിളിയല്ല. ഒരിക്കലുമല്ല. പാർട്ടി ചിഹ്നത്തിൽ അത് അവരുടെ ഇഷ്ടമാണല്ലോ. പാർട്ടി വേണോ സ്വതന്ത്രമാണോ, ഏതായാലും ഇനി ആരും വഴിയാതാരാവില്ല എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഡോക്ടർമാർക്ക് ഇനി ഈ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലല്ലോ, അത് നല്ല കാര്യമാണ്. ഇപ്പം ഇന്ന് രാവിലെ PV അൻവർ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം കരച്ചിലിന്റെ വക്കിലൊക്കെ എത്തിയിരുന്നു. VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഞാൻ ഇല്ല, ഇനി എന്നെ നിങ്ങൾ വിളിക്കരുത്, നേതാക്കൾ വിളിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് PV അൻവർ എങ്ങനെയാണ് എത്തിയത് ശ്രീ K മുരളീധരൻ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ല, അതിലിപ്പോൾ വികാരം കൊണ്ട് എടുക്കേണ്ട തീരുമാനമല്ല. അദ്ദേഹം ഏതായാലും ഒരു കാര്യമുണ്ട്, അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നെടുത്ത തീരുമാനം സ്വാഗതാർഹമാണ്. മത്സരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല ശ്രീ മുരളീധരൻ. അതായത് മത്സരിക്കാൻ തന്റെ കയ്യിൽ പണമില്ല. പണം ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ഇത്ര പണമൊക്കെ വേണം, ഓരോ ബൂത്തിലും 3 ലക്ഷം രൂപയൊക്കെ ചെലവാക്കണം. ആ പണം തന്റെ കയ്യിൽ ഇപ്പോഴില്ല. താൻ സമ്പൂജ്യനായി പോയി. പണ്ട് ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, എന്തായാലും അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നുള്ളത് നല്ല ശുഭകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തിരുത്താനുള്ള സമയമുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏതായാലും മത്സരിക്കാത്ത നല്ല കാര്യം. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തിരുത്തി UDF ആയിട്ട് സഹകരിക്കണം എന്നാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാതിൽ കൊട്ടി അടച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും UDF-നൊപ്പം അദ്ദേഹത്തിന് നിൽക്കാനും അസോസിയേറ്റ് മെമ്പറായിട്ട് അദ്ദേഹത്തിനെ പ്രഖ്യാപിക്കാനും ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. അല്ല, ഞാനത് ശ്രദ്ധിച്ചു. ഏത് നേതാവാണെങ്കിലും ശരി, UDF-ന്റെ ഏത് നേതാവാണെങ്കിലും പറയുന്നത് അത് തന്നെയാണ്. ഒരൊറ്റ വാചകം, ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നു എന്ന് PV അൻവർ പറഞ്ഞാൽ മതി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന്. ഒരു ദിവസം 4 നേരം വെച്ച് PV അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഒരു വാചകം മാത്രം എന്തുകൊണ്ടായിരിക്കും PV അൻവർ പറയാത്തത്? തീർച്ചയായിട്ടും അത് പറയണം. അദ്ദേഹം അത് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് UDF-ന്റെ ഭാഗമായി കഴിഞ്ഞു. ഇനിയും ചർച്ചകൾ ഉണ്ടാകുമോ? ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഇലക്ഷൻ വർക്ക് മുന്നോട്ട് പോവുക, അതല്ലാതെ ഇനി കൂടുതൽ ചർച്ചകൾക്കൊന്നും സമയമില്ല. ഏതായാലും അദ്ദേഹത്തിന് ഈ നിലപാട്, ഒറ്റ വാക്ക് അദ്ദേഹം എന്ന് പറയുന്നു അന്ന് അദ്ദേഹം UDF-ലെ അസോസിയേറ്റ് അംഗമാവും. അതല്ലാതെ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ ചർച്ച എന്ന് പറയുമ്പോൾ LDF-നെതിരായി പറയേണ്ട കാര്യങ്ങളൊന്നും വേണ്ടത്ര പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് ഈ ചർച്ച എന്ന് പറയുമ്പോൾ. അതേതായാലും വേണ്ട. അതുകൊണ്ട് അദ്ദേഹം സഹകരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വാതിൽ കൂട്ടി കിടക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ പിണറായിസത്തിനെതിരെ ശക്തമായി പ്രവർത്തനമായിട്ട് മുന്നോട്ട് നീങ്ങും. അതോടൊപ്പം തന്നെ അൻവർ പറഞ്ഞൊരു വാചകമുണ്ട്, പോലീസിലെ RSS വൽക്കരണം. അതും ഞങ്ങൾ ഇലക്ഷനിൽ ചർച്ച ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇപ്പൊ ഇന്നാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ഇന്നലെയായിരുന്നു. ഇന്നാണ് സ്ഥാനാർത്ഥി മണ്ഡലത്തിലേക്ക് എത്തിയത്. അതിനു മുൻപ് ഒരു റൗണ്ട് പ്രചാരണം UDF പൂർത്തിയാക്കി. പക്ഷേ അവിടെ രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം ഈ അൻവർ എന്ന ആ വിഷയത്തിലേക്ക് ചുരുങ്ങിപ്പോയി. ഇനി അങ്ങനെ സമയം കളയേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് UDF എത്തിയോ? തീർച്ചയായിട്ടും. കാരണം സർക്കാരിനെതിരെ LDF-നെതിരെ പറയേണ്ട കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത്തവണ അൻവർ വരുമോ വരില്ല, UDF-ൽ ചേരുമോ ചേരില്ല എന്നുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല. സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരങ്ങളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് പിണറായിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഇന്ന് വളരെ വ്യക്തമായി തന്നെ അൻവർ സ്വരാജിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ചൊന്നും പേഴ്സണലായിട്ട് പറയുന്നില്ല. പക്ഷേ ഇവിടെ അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വന്യമൃഗങ്ങൾ ജനങ്ങളെ കൊന്നപ്പോൾ, ആളുകളെ കൊല്ലുമ്പോൾ ആ ഭാഗത്തേക്ക് വരാത്ത ആളാണ് സ്വരാജ് എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, അൻവർ ഒരിക്കലും സ്വരാജിനെ പിന്തുണയ്ക്കില്ല. അദ്ദേഹത്തിന് UDF-നെ തന്നെ പിന്തുണയ്ക്കേണ്ടി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അൻവർ എഫക്ട് രണ്ട് തവണ നമ്മൾ കണ്ടു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ. അപ്പം അൻവറിന് വോട്ടുകളുണ്ട്, അൻവറിനൊരു ബേസ് ഉണ്ട്. അപ്പം അൻവർ ഇപ്പോൾ മനസാക്ഷി വോട്ടിനൊക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ ആ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകും, അതായത് ഇത് ഭരണവിരുദ്ധ വോട്ടുകളാണ്, അത് സ്പ്ലിറ്റ് ആയി പോകുമെന്നൊരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം ഗവൺമെന്റ് വിരുദ്ധ, പിണറായി വിരുദ്ധ വോട്ടുകളല്ല തീർച്ചയായിട്ടും UDF-ന് തന്നെ ലഭിക്കും.
അതോടൊപ്പം ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും NDAക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ നിർത്താത്തതെന്ന് അറിയാം. കാരണം തോൽക്കുമെന്ന് കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ പോലും BJP മത്സരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ എത്രയൊക്കെ മണ്ഡലങ്ങളിൽ. പക്ഷെ ഇവിടെ എന്തുകൊണ്ടായിരിക്കും മത്സരിക്കേണ്ട, അത് സമയനഷ്ടമാണ്, ധനനഷ്ടമാണ് എന്നൊരു ചർച്ചകൾ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക? അത് തീർച്ചയായിട്ടും LDFനെ സഹായിക്കാനാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഒരു ദേശീയ പാർട്ടി നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 8 മാസം മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്ന, അപ്പോൾ ഇവരുടെ കേഡർ വോട്ട് ഇവരാർക്ക് കൂട്ടി? 5000 കേഡർ വോട്ടെങ്കിലും BJPക്ക് ഉണ്ടല്ലോ കഴിഞ്ഞ ഇലക്ഷൻ്റെ ചിത്രം പരിശോധിച്ചാൽ. മാത്രമല്ല 970 തെരഞ്ഞെടുപ്പിൽ അന്ന് ഭാരതീയ ജനസംഘത്തിന് 1000 വോട്ടോളം കിട്ടിയ നിയോജകമണ്ഡലം നിലമ്പൂര്. അങ്ങനെ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടാകും. ഇവിടെ അൻവർ പറഞ്ഞ ഈ പോലീസ് RSS കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി BJP CPMനെ സഹായിക്കുമോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഞങ്ങൾ അതും പ്രചാരണ വിഷയം തന്നെയാക്കും, ഒരു സംശയവും കാര്യത്തില്ല. ഒരു കാര്യം കൂടി, ശ്രീ K മുരളീധരൻ, ഇപ്പൊ ഇന്ന് PV അൻവർ ആവർത്തിച്ച് ഈ ആരോപണങ്ങൾ, അതായത് താൻ UDFന്റെ ഭാഗമാകാത്തതിന് കാരണം ഒരാളാണ്, അത് VD സതീശൻ മാത്രമാണ്. മറ്റു നേതാക്കൾക്കല്ലേ, താങ്കളുടെ പേരടക്കം പറയുന്നുണ്ട്, മറ്റു നേതാക്കൾക്കൊക്കെ PV അൻവർ സഹകരിക്കണം എന്നുള്ള നിലപാടാണ്. പക്ഷെ VD സതീശൻ നിലപാടെടുക്കുകയാണ്. VD സതീശന് ഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറയുന്നു. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും പ്രതിപക്ഷ നേതാവിനെ മാത്രം പിൻ പോയിന്റ് ചെയ്യുന്നത് അൻവർ? ഒരു കാര്യം മാത്രം ഞാൻ പറയാം, സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതിപക്ഷ നേതാവ് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടായ ചർച്ചയുടെ ഫലമായിട്ടാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം എടുത്ത തീരുമാനമല്ല. വളരെയധികം നന്ദി ശ്രീ K മുരളീധരൻ, മാതൃഭൂമി ന്യൂസിനൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി.